8 വർഷങ്ങളായി നടന്നിരുന്ന നടിയെ ആക്രമിച്ച കേസിന്റെ വിധി കഴിഞ്ഞ 8-ാം തീയതി വന്നിരുന്നു. 8-ാം പ്രതിയായ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാത്തതിനാൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയെന്ന്. ദിലീപ് കേസും കേസിന്റെ വഴികളുമൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഓർമ്മിക്കുന്ന മറ്റൊരു കേസുണ്ട്. തെന്നിന്ത്യൻ സൂപ്പർ നായകനായി നിൽക്കുമ്പോൾ സുമനെ വെട്ടിലാക്കിയ പീഡന കേസ്. സാഗർ ഇലിയാസ് ജാക്കിയിലെ നാനി, പഴശ്ശിരാജയിലെ പഴംവീടൻ ചന്തു എന്നീ കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് ഓർമ്മയുള്ള നടൻ സുമന് തെന്നിന്ത്യൻ സൂപ്പർ നായകനായി നിൽക്കുമ്പോൾ സംഭവിച്ചിരുന്ന വലിയൊരു തിരിച്ചടി. മലയാളികൾക്ക് അറിയാവുന്നതിനും അപ്പുറം ഒരു കാലത്തെ ഹരമായിരുന്നു സുമൻ എന്ന നടൻ. 80കളിൽ തെലുങ്കിലും തമിഴിലും കന്നഡയിലും തിളങ്ങി നിന്ന ആക്ഷൻ ഹീറോ. രജനീകാന്തിനും ചിരഞ്ജീവിക്കുമൊപ്പം തെന്നിന്ത്യൻ വെള്ളിത്തിരയെ അടക്കിവാണ് സുമുഖ നായകൻ. സുമന്റെ സിനിമ എന്നതിന് വലിയൊരു ക്രൗഡ് പുൾ ഉണ്ടായിരുന്നു അന്ന്. ഇങ്ങനെ സൂപ്പർ താര പദവിയിൽ തെന്നിന്ത്യൻ ലോകം ഭരിച്ചു നിന്ന കാലത്താണ് ഒരു ദിവസം പെട്ടെന്ന് സുമന്റെ വീട്ടിൽ അപ്രതീക്ഷിത റെയ്ഡ് നടക്കുന്നതും വീട്ടിൽ നിന്ന് അശ്ലീല വീഡിയോകൾ കണ്ടെടുക്കുന്നതും സുമനെ അറസ്റ്റ് ചെയ്യുന്നതും. 3 പെൺകുട്ടികളുടെ പരാതിയെ തുടർന്നായിരുന്നു സുമന്റെ അറസ്റ്റ്. തങ്ങളെ തട്ടിക്കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകിയ ശേഷം പീഡിപ്പിക്കുകയും നഗ്ന ചിത്രങ്ങൾ എടുക്കുകയും നിർബന്ധിച്ച് ഈ പടങ്ങളിൽ അഭിനയിപ്പിച്ചെന്നുമായിരുന്നു പെൺകുട്ടികളുടെ പരാതി. ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു. നേരം ഇരുട്ടി വെളുത്തപ്പോൾ സൂപ്പർ ഹീറോ കൊടും വില്ലനായി. അന്ന് സുമനൊപ്പം മറ്റൊരാൾ കൂടി അറസ്റ്റിലായിരുന്നു. 27-കാരനായ ദിവാകർ. നീലചിത്രങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൽ സുമനൊപ്പം ഇയാൾക്കും പങ്കുള്ളതായും ഷൂട്ട് ചെയ്ത വീഡിയോകൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. പിന്നീട് ദിവാകർ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ദിവാകറിന്റെ കുറ്റസമ്മതത്തിൽ നിന്നുമാണ് സുമനായിരുന്നു ഈ സംഭവത്തിന് പിന്നിലെ പ്രധാന തലച്ചോറെന്ന് പോലീസ് തിരിച്ചറിയുന്നത്. ശക്തമായ മൊഴി വന്നതോടെ സുമനിന് പുറം ലോകം കാണില്ലെന്ന് ഉറപ്പിച്ചു പലരും. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ കഥയിൽ ട്വിസ്റ്റ് ഉണ്ടായി. അറസ്റ്റ് ചെയ്യപ്പെട്ട 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സുമന്റെ പിന്നാമ്പുറ കളികൾ തുടങ്ങി. താൻ നിരപരാധിയാണെന്നും ഗൂഢാലോചന നടത്തി തന്നെ കുടുക്കുകയായിരുന്നുവെന്നും സുമൻ ആരോപിച്ചു. ഒരേ സമയം ഡസൻ കണക്കിന് സിനിമകൾക്ക് ഒപ്പുവച്ചു നിന്ന സുമന്റെ അറസ്റ്റ് തെന്നിന്ത്യൻ സിനിമാ വ്യവസായത്തെ മുഴുവൻ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ സിനിമാക്കാർ സുമനൊപ്പം നിൽക്കാൻ നിർബന്ധിതരായി. അങ്ങനെ സുമന്റെ പിൻബലം കൂടി. നടൻ അനുകൂലമായി അനേകം തെളിവുകൾ പുറത്ത് സുമന് വേണ്ടി ആളുകൾ കെട്ടിച്ചമച്ചെടുത്തു. നിരപരാധിയാണെന്ന് വാദിക്കുന്ന ഈ തെളിവുകൾ കണ്ട് സുമനെ ദൈവമായി കണ്ടിരുന്ന ആരാധകരുടെ കണ്ണു നിറഞ്ഞു. വെറുതെ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്നോർത്ത് ആളുകൾ കൂട്ടത്തോടെ സുമനൊപ്പം പിന്തുണയുമായി വന്നു. പരാതിക്കാരായ പെൺകുട്ടികളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലായി പിന്നീടുള്ള വാദങ്ങൾ. തങ്ങളെ പീഡിപ്പിച്ചെന്ന പെൺകുട്ടികൾ പറയപ്പെടുന്ന സമയങ്ങളിൽ, ദിവസങ്ങളിൽ സുമൻ പല സിനിമകളുടെയും സെറ്റുകളിലായിരുന്നുവെന്നൊക്കെ പല സംവിധായകന്മാരുടെയും സിനിമാക്കാരുടെയും മൊഴികൾ സഹിതം കള്ള തെളിവുകൾ നിരന്നു. കരുത്തനായൊരു താരത്തിനു പിന്നിൽ സിനിമാ ലോകം മൊത്തം നിന്നതോടെ കാര്യങ്ങൾ തലതിരിഞ്ഞു. അവസാനം പോലീസിന്റെ തെളിവുകൾ കോടതിക്ക് പോരാതെ വന്നു. അതേസമയം സുമന് അനുകൂലമായി സാക്ഷിമൊഴികളും തെളിവുകളും മറുവശത്ത് ശക്തമായതോടെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി കുറ്റവിമുക്തനാക്കി. സുമൻ പുറത്തു വന്നു.